എനിക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നിരിക്കുക. എനിക്ക് എന്നെ കൂടെ ഒരാള് കൂടാം. ഞാൻ നിന്നെ ചൂസ് ചെയ്തിരിക്കുന്നത്. പോക്കറ്റിൽ വെച്ച ഇത് വരൂട്ടാ. അത് കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം. കുറുമ്പ് വരും, ഞാൻ കഴിച്ചോളാം. വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കിട്ട് പണിയാതാ പറഞ്ഞു. ഇത്തവണ ആര്യന് അക്ബറിനെ കൂടാതെ വിശ്വസ്തരായ രണ്ടുപേരെ കൂടി കൂടെ കൂട്ടും. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. രണ്ടുപേരില്ലേ ബിഗ് ബോസ്? അക്ബറിനെ കൂടാതെ രണ്ടുപേർ. ഒരു മരുമാലങ്ങൾ തോർത്താനം പറയല്ലേ. അക്ബർ ഉൾപ്പെടെ രണ്ടുപേര്. അപ്പൊ ഇനി ഒരാളോട് വിളിക്കാൻ പറ്റുള്ളൂ. ആര്യനും അക്ബറും വേറെ രണ്ടുപേരും. മൊത്തം നിങ്ങൾ 4 പേർ. ക്ലിയർ ആണ് ബിഗ് ബോസ്? 4 പേര് മൊത്തം. ഓക്കെ. നീ ഉൾപ്പെടെ 2 പേര്, ഞാൻ ഉൾപ്പെടെ 2 പേരെന്ന് പറഞ്ഞാൽ ഞാനും പിന്നെ ഒരാളും. അതാണ് അതിനർത്ഥം. പറയുന്നത് വ്യക്തമായി കേൾക്കുന്നില്ലേ? പറഞ്ഞു, സോറി ബിഗ് ബോസ്. അത് മലയാളം. ആര്യൻ, അക്ബർ, നിങ്ങൾ 2 പേരും കൂടാതെ വേറെ 2 പേർ കൂടി. ഓക്കെ ഓക്കെ. മൊത്തത്തിൽ നിങ്ങൾ 4 പേർ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഓർമ്മ സമയം എപ്പോഴാണെന്ന് അറിയില്ല. ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ക്ലൂ വരും, എനിക്ക് അറിയില്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ എന്താ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ലൈക്ക് ഐ ഹാവ് ടു മനസ്സിലായി. അതെന്തായാലും വരും. ടിഷ്യൂ പേപ്പറിനകത്ത് മേലുദ്യോഗസ്ഥന്മാരെല്ലാം ഇതുപോലെ തലയിൽ ഇടി വീണ മന്ദബുദ്ധികളായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. ടിഷ്യൂ പേപ്പർ. ചിക്കൻ അല്പം മുറ്റാണെന്ന് തോന്നുന്നു. ഒരു വലിയ ബോട്ടിൽ സ്പ്രൈറ്റിന്റെ കാര്യങ്ങൾ ഇടുന്നത്. ഡോണ്ട് ത്രോ ദി ബോൾ. ഇനി നിങ്ങളുടെ ടീമിലേക്ക് വിശ്വസ്തരായ പുതിയ 2 പേരെ കൂടി ചേർക്കുക. ഞാൻ പോകുന്നു. ബൈ ബൈ.